4-5 പേരുള്ള ഒരു നോമിനൽ ഓർഗനൈസേഷനായിട്ട് UN മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെയൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇറാഖിനെ അസ്ഥിരപ്പെടുത്തിയതുപോലെ ഇറാനിനെയും അസ്ഥിരപ്പെടുത്താനും ഞങ്ങളുടെ അയൽവാസികൾ ആരും ഉണ്ടാവരുതെന്ന് ചിന്തിക്കാനും വിശാല ഇസ്രയേൽ എന്ന സ്വപ്നം നടപ്പിലാക്കി സൗദി അറേബ്യയുടെ ഭാഗവും പൂർണ്ണമായ ഫലസ്തീനും അതുപോലെ ജോർദാനും സിറിയയും അടങ്ങുന്ന വിശാലമായ ഒരു ഇസ്രയേലിനെ അക്രമരാഷ്ട്രമായി പിടിച്ചടക്കി ഉണ്ടാക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വർത്തമാനകാല ആക്രമണങ്ങളാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോക മനുഷ്യരോട് വിളിച്ചു പറയണം, ഇത് മാനവികതയ്ക്കെതിരാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നത് ഇറാനികൾ മാത്രമാണോ? ഇസ്രായേലുകാർ മാത്രമാണോ? അല്ല, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ജിദ്ദ എയർപോർട്ടിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. എയർ അറേബ്യയിൽ വയാ ഷാർജയാണ് ഫ്ലൈറ്റ്. ഞങ്ങളുടെ ലൈനിലേക്ക് അവിടുത്തെ എയർലൈൻ സ്റ്റാഫ് വന്നു. ഓരോരുത്തരുടെയും പാസ്പോർട്ട് നോക്കി. ഇന്ത്യൻസ്, ഓക്കെ, നിങ്ങൾക്ക് അവിടെ കണക്ഷൻ ഉണ്ട്, പോകാം. നിങ്ങളെവിടെയാണ്? കിർഗിസ്, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇല്ല. ഇറാൻ യുദ്ധം കാരണം നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ, നിങ്ങളുടെ യാത്ര മുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവിടെ അനൗൺസ് ചെയ്തു, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, ഇറാൻ, ഇറാഖ് തുടങ്ങിയുള്ള 6-7 രാജ്യങ്ങളിലേക്കുള്ള ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് സർവീസ് ഇല്ലാതെ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെയുള്ള ഗവൺമെന്റ് എത്ര സൗകര്യം ചെയ്തു കൊടുത്താലും നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്ക് മടങ്ങാൻ കഴിയുന്നില്ല. എത്രയോ രാജ്യങ്ങളിലേക്കുള്ള വ്യോമപാത മുടങ്ങിക്കിടക്കുകയാണ്. അനുഭവിക്കുന്നവരാരാണ്? ലോകത്തുള്ള എല്ലാ ജനങ്ങളുമാണ്. പിന്നീട് കൂടുതൽ എയർലൈൻസുകൾ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് ഒമാൻ വ്യോമ ഏരിയയിലൂടെയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ മുഴുവനും അവിടെ എയർ ട്രാഫിക്കാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ വൈകി. പൈലറ്റ് അനൗൺസ് ചെയ്തു, 1 മണിക്കൂർ ഫ്ലൈറ്റ് വൈകും, ഒമാൻ വഴി എയർ ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് വൈകേണ്ടി വരും, നിങ്ങൾക്കെല്ലാവർക്കും കോക്പിറ്റിൽ വന്ന് സന്ദർശിക്കാൻ സമയം തരാം. അദ്ദേഹം ഒരു ടൈം പാസിന് വേണ്ടി കോക്പിറ്റിൽ പാസഞ്ചേഴ്സിനെ കയറ്റിവിട്ടു. ഏതായാലും ശരി, ഇതുപോലെ ഒരുപാട് രാജ്യത്തെ ആളുകൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടിസ്ഥാന വസ്തുക്കളുടെ വില ഏറാൻ പോവുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ചട്ടമ്പി രാഷ്ട്രത്തിന്റെ സ്വാർത്ഥതയുടെ പേരിൽ ലോക ജനത മുഴുവനും നൊന്തുകൊണ്ടിരിക്കുമ്പോൾ അത് മനുഷ്യവിരുദ്ധമാണെന്ന് വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരു ഭരണാധികാരിയോ ഒരു ശക്തിയോ ലോകത്തില്ലാതെ പോകുന്നു എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ വർത്തമാനകാല ദുരന്തമാണ്. അവരെ